പറയുന്നുണ്ട് നമ്മുടെ സാൻഡോ. ദൈവനാമത്തിന് മഹത്വമാകട്ടെ. ഞാൻ ഇന്ന് ഓട്ടുപാറ സഭയിലെ ഈ കരോൾ നൈറ്റിൽ ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. കടന്നു വന്നപ്പോ ജെയ്സൺ ഫസ്റ്റ് എൻ്റെ ഒരു പരാതി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം വുമൻസിന്റെ ഒരു കരോൾ ഫസ്റ്റ് ഈ ദേവാലയത്തിൽ വെച്ച് നടന്നിരുന്നു. അന്ന് വന്ന സാൻഡോ എന്നെ കുറിച്ച് കുറെ പരിദോഷങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത്. അതൊരിക്കലും ഞാനല്ല, എന്റെ വേഷം കെട്ടി എന്റെ അനിയനാണ് വന്ന് പറഞ്ഞത്. അതിനെനിക്കൊരു പങ്കില്ല എന്നാണ് സാൻഡപ്പ് പറഞ്ഞത്. അതിൽ ഞാൻ ഒരു നിരപരാധിയാണെന്നാണ് സാൻഡ പറയുന്നത്. കുഴപ്പമില്ല, ഞാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ ഇല്ലാത്തപ്പോൾ പല പരദൂഷണം പറഞ്ഞു വരുത്തി ആ സാൻഡോട് ഞാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇന്നലെ ഞാൻ വന്നിരുന്നു. ഇന്നലെ ഞാൻ വന്നപ്പോൾ നമ്മുടെ വർഗീസ് അച്ഛന്റെ ഡാൻസ് ഞാൻ കണ്ടായിരുന്നു. വർഗീസ് അച്ഛൻ എനിക്ക് ഭയങ്കര ഭീഷണിയാണ്. കാരണം അച്ഛന്റെ ഡാൻസ് കണ്ട് എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. എന്റെ ഡാൻസ് കാണാൻ ആരും വരുന്നില്ല. അത് മാത്രല്ല, അച്ഛൻ കുറെ പേർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്റെ ആണെങ്കിൽ ഇന്ന് മിഠായി പോലും ഇല്ല. ബീപ്പിന് ഇവിടെ കേക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മിഠായി എടുത്തില്ല. ഇപ്പൊ ആർക്കും എന്നെ വേണ്ട, എല്ലാവർക്കും വർഗീസ് അച്ഛനെ മതി. ഇനി വർഗീസ് അച്ഛൻ്റെ കുറച്ച് ഗിഫ്റ്റ് എടുത്തിട്ട് വേണം എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. അച്ഛന്റെ ആ സ്നേഹവും കരുതലും എനിക്ക് ഒരുപാട് കാണാനായിട്ട് ഇടയായി തീർന്നു. അച്ഛന്റെ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചു എന്നാണ് സാൻഡ പറയുന്നത്. അതെന്നെ പറ്റി കുറച്ച് കുറ്റങ്ങൾ പറയാനാണ്. കുഴപ്പമില്ല, സാൻഡ പറയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടി പറയുന്നുണ്ടാണ് സാൻഡ പറയണത്. കുഴപ്പമില്ല, എന്നാലും അച്ഛനെ പറ്റി നല്ല കാര്യങ്ങൾ പറയണ്ടേ. അച്ഛൻ സാൻഡയ്ക്ക് കുറെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അച്ഛൻ നമുക്ക് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സാൻഡയുടെ ഡാൻസിന് ഭീഷണിയാണെങ്കിലും അച്ഛൻ നമ്മുടെ കുറെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? സാൻഡ ഞാനാണ് പ്രശ്നക്കാരനോ? അങ്ങനെ ഒരിക്കലും സാൻഡ പറയുന്നത്. ഓക്കെ. പക്ഷെ ഓട്ടുപാറ സഭയിലെ കോയറിന്റെ പാട്ട് ഇന്നലെ വന്നപ്പോ ഇന്നലെ മനോഹര കേട്ടു. ഇന്ന് വന്നപ്പോ അതിന് കിടന്നായിട്ടുള്ള പാട്ടുകളാണ് ഇന്ന് കേൾക്കാനായിട്ട് ഇടയായി തീർന്നത്. എല്ലാ പ്രാവശ്യത്തെക്കാളും ഒരു അടിപൊളി ദേവാലയത്തിൽ ഇരുന്നിട്ട് എന്റെ തല തന്നെ കറങ്ങിപ്പോയി. അത്ര മനോഹരമായ ദേവാലയത്തിൽ ഇരുന്നിട്ട് ഇത്ര മനോഹരമായ പാട്ട് സ്വർഗത്തിൽ പോലും ഇല്ല. ഇത്ര മനോഹരമായിട്ടുള്ള ആ ഒരു ആംബിയൻസിൽ എന്നാണ് സാൻഡ പറയുന്നത്. ഇനി ഞാൻ സ്വർഗത്തിലേക്ക് പോകണോ അതേ ഓട്ടുപാറ തന്നെ പോകണമെന്നാണ് സാൻഡ ചോദിക്കുന്നത്. എനിക്ക് അധികം ചെലവൊന്നുമില്ല, 3 നേരം ഫുഡ് മാത്രം തന്നാൽ മതി എന്നാണ് സാൻഡ പറയുന്നത്. പക്ഷെ എന്നെ ഇവിടെ അതിന് നിർത്തുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ വയറൊക്കെ കാണുമ്പോ എല്ലാവരും ഓടിക്കണ പോലെയാണ് കാണുന്നത്. എന്റെ എത്ര വയറും അടിക്കില്ല. അപ്പൊ ഓക്കെ സാൻഡ, വേറെ പറയാനുള്ളത്? എന്നാൽ സാബുച്ചിനെ പറ്റിയാണ് പറഞ്ഞത് ഭയങ്കര മോശം. സാബുച്ചിന്റെ ഒറ്റ കഴിവുകൊണ്ടാണ് ഈ കൊയറും ഇതേപോലെ പള്ളിയൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നത്. സാബുച്ചിന് ഒരു അടിപൊളി അഭിനന്ദനങ്ങളാണ് നമ്മുടെ സാൻഡ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ ദേവാലയം കാണാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങളെ കുറച്ചു പേരെ കാണാൻ പറ്റി. പക്ഷെ അന്ന് വന്നതിനേക്കാളും ഇന്ന് എല്ലാവരും നല്ല സന്തോഷവും ഹാപ്പിനെസ്സും എല്ലാം ഉണ്ട്. ദൈവം നിങ്ങളെ ഇനിയും കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നാണ് സാൻഡ പറയുന്നത്. എല്ലാവർക്കും ഒരു ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ ആശംസിക്കുകയാണ് സാൻഡ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് സാൻഡ പറഞ്ഞുകൊണ്ട് സാൻഡ ഈ 2025 ഈ 2025 എല്ലാം
അനുഗ്രഹമായി തീരട്ടെ. 2026 അതിനും അടിപൊളിയായിട്ട് തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സാന്റ വിട വാങ്ങുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.